നമസ്കാരം. ചിത്രദർശനം എന്ന യൂട്യൂബ് ചാനലിന്റെ ആദ്യ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് 26 ചൊവ്വ. ഇന്നത്തെ ചിത്രങ്ങൾ ശുദ്ധ സംഗീതത്തിന്റെ ഉപാസകനായ ശ്രീ TS രാധാകൃഷ്ണജിയുടേതാണ്. എന്തൊരു ഭാഗ്യമാണ് ഒരു ഗാനം സൃഷ്ടിച്ചയാളുടെ നാവിൽ നിന്ന് ആ സുന്ദര വരികൾ കേൾക്കാനല്ലേ. അതിന് ഭാഗ്യമുണ്ടായി. 2 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് 23 വൈകുന്നേരം കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിക്കടുത്തുള്ള മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ രാധാകൃഷ്ണജിയുടെ ഒരു സംഗീതാർച്ചനയുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിനു വേണ്ടി ആദ്യത്തെ വീഡിയോ ഒരു സംഗീതജ്ഞന്റെ വേണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ രാധാകൃഷ്ണജിയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പാലായിലൊരു ഇതുപോലെ സംഗീത പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞങ്ങൾ ഒരല്പം താമസിച്ചാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. രാധാകൃഷ്ണജിയുമായി സംസാരിച്ചത് സുപ്രസിദ്ധ ഗാനരചയിതാവായ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ എന്ന ആ ഗാനത്തിന്റെ രചയിതാവ് 27 വർഷം മുമ്പ് എഴുതിയതാണ് ശ്രീ ഹരി ഏറ്റുമാനൂരാണ്. ഹരിച്ചേട്ടൻ രാധാകൃഷ്ണജിയുമായി ബന്ധപ്പെട്ടപ്പോൾ 23 മള്ളിയൂർ വരൂ, അവിടെ സൗകര്യം ഉണ്ടാവും എന്ന് രാധാകൃഷ്ണജി പറഞ്ഞു. അതനുസരിച്ച് ഞാനും സംഗീത സംവിധായകൻ ഉദയറാമും ഹരിച്ചേട്ടനൂടെ അവിടെ പോവുകയും അദ്ദേഹത്തെ കച്ചേരിക്ക് മുൻപ് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ റൂമിൽ ചെല്ലുകയും വളരെ സൗഹാർദ്ദപരമായ ഇടപെടലായിരുന്നു. അദ്ദേഹം ചായ വേണമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചായ വേണമെന്നല്ല, ചായ കുടിക്കുക, ഞാൻ ഫോട്ടോ എടുക്കാൻ ഉള്ള തിരക്കിലാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ സ്നേഹപൂർവ്വം വാത്സല്യത്തോടുകൂടി പറഞ്ഞു, ചായ കുടിക്കുക. അദ്ദേഹം അമ്പലത്തിൽ പോയി മള്ളിയൂർ തിരുമേനിയുമായി സംസാരിച്ചു. ക്ഷേത്രത്തിലേക്ക് പോയി തിരിച്ചു വന്ന് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇവിടെ ഈ സംഗീത സദസ്സ് ആരംഭിച്ചു. വലിയ ഒരു ഭാഗ്യമാണ് ഇത് കാണാൻ. കാരണം ഇതൊരു കുടുംബ സംഗീത പരിപാടിയാണ്. രാധാകൃഷ്ണജിയും സഹോദരനും പുത്രനും പുത്രന്റെ ഭാര്യയും ഒക്കെ ചേരുന്ന അതൊന്ന് കാണണം. അസൂയ തോന്നും. ഒരു കുടുംബത്തിലുള്ളവരെല്ലാം ഇങ്ങനെ വരദാനമായ ഈ സംഗീതത്തിന്റെ ഉപാസകരാകുന്നത് ശരിക്കും നിറഞ്ഞ ഹൃദയത്തോടെ കാണാൻ പറ്റും. രാധാകൃഷ്ണജിയുടെ കൂട്ടത്തിൽ പാടിയത് സഹോദരൻ. ഞാൻ ഈ പേരുകൾ അദ്ദേഹത്തിന്റെ കൂടെ കീബോർഡ് വായിക്കുന്ന പ്രിയ വിൽസണോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. വിൽസണുമായി പരിചയപ്പെട്ടത് ഈ വർഷത്തെ ഓണപ്പാട്ടിനായി നമുക്ക് കീബോർഡ് വായിച്ചു തന്നത് വിൽസൺ ജിയാണ്. ശ്രീ ശങ്കരനാരായണൻ പാടിയ കൂട്ടത്തിലുള്ളതാണ്. ഹാർമോണിയവും കൂട്ടത്തിൽ പാടിയതുമായ ശങ്കർ വിനായക് രാധാകൃഷ്ണജിയുടെ പുത്രനാണ്. പിന്നെ വിനോദ് കുമാർ, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ വിനോദ്. ഇവര് മറ്റൊരു രീതി പറഞ്ഞാൽ അറിയും, പ്രശസ്ത ഗായകൻ ബിജു നാരായണന്റെ സഹോദരിയാണ് ഉമാ വിനോദ്. ഫ്ലൂട്ട് വായിച്ചത് ശ്രീ CNK മൂർത്തി,
തബല രാധാകൃഷ്ണ ഭട്ട്, ഇടയ്ക്ക തൃപ്പൂണിത്തറ ഹരി, പിന്നെ കീബോർഡ് നമ്മളുടെ സുഹൃത്തായ ഈ വിൽസൺ KX. ഇതുകൂടാതെ കൽപ്പാത്തി സുബ്രഹ്മണ്യനും ഉത്തരയും ഈ കോറസ് പാടാനായിട്ടുണ്ടായിരുന്നു, കൈമണിയൊക്കെ ഉപയോഗിച്ച്. വളരെ ഹൃദ്യമായ ഒരു അനുഭവമാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ സന്ധ്യയ്ക്ക് അപൂർവ ചാരുതയായിരുന്നു. ശ്രീ രാധാകൃഷ്ണജിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. TS രാധാകൃഷ്ണൻ, രാധാകൃഷ്ണജി എന്ന് അടുപ്പമുള്ളവർ വിളിക്കും. 200-ൽ കൂടുതൽ മ്യൂസിക് ആൽബങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ഇദ്ദേഹം. KJ യേശുദാസ്, P ജയചന്ദ്രൻ, KS ചിത്ര, സുജാത മോഹൻ, ഉണ്ണിമേനോൻ തുടങ്ങി ഒട്ടുമിക്ക ഗായകരും ഇദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. പാട്ടുകൾ പറഞ്ഞാൽ എല്ലാവരും അറിയും. ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ, അതാണ് ഇവിടെ അദ്ദേഹം ആദ്യമായി പാടിയത് കേട്ടോ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ, അത് കേൾക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. എന്തൊരു പാട്ടാണത്. നീലപ്പീലിക്കാവടിയേന്തി, വടക്കുംനാഥ സർവം നടത്തുംനാഥ, ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ, ഇങ്ങനെ തുടങ്ങി അനേകം പാട്ടുകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. നിരവധി ഭക്തി ഗാനമേളകൾ ഇതുപോലെയുള്ള സംഗീതാർച്ചനകൾ നടത്തിയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ചില സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. എതിർപ്പുകൾ, ഗീതം, വൽമീകം എന്നീ ചലച്ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ടെങ്കിലും ഭക്തിഗാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ഹോട്ടൽ ബിസിനസ്സുകാരായിരുന്ന ശങ്കരനാരായണ അയ്യരുടെയും സുബ്രഹ്മണ്യ അമ്മാളുടെയും 9 മക്കളിൽ 7-മനായി 1957 നവംബർ 5 തുലാമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ജനിച്ച ശ്രീ രാധാകൃഷ്ണൻ ചെറുപ്പം മുതലേ സംഗീതത്തിന്റെ വഴിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ എല്ലാവരും സംഗീതത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇത് സ്വാഭാവികമായും രാധാകൃഷ്ണനെയും സ്വാധീനിച്ചു. 7-ാം വയസ്സിൽ ശ്രീ രാധാകൃഷ്ണൻ കർണാടക സംഗീതം അഭ്യസിച്ചു തുടങ്ങി. തൃപ്പൂണിത്തറ KC കല്യാണസുന്ദരം ഭാഗവതരായിരുന്നു ആദ്യ ഗുരു. പിന്നീട് തഞ്ചാവൂർ സുബ്രഹ്മണ്യ ഭാഗവതർ, S രാമനാഥൻ തുടങ്ങിയവരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. ശ്രീമതി പത്മയാണ് രാധാകൃഷ്ണജിയുടെ ഭാര്യ. 1984 ഇവരുടെ വിവാഹം. ഈ ദമ്പതികൾക്ക് ശങ്കർ വിനായക്, ലക്ഷ്മി എന്നിങ്ങനെ 2 മക്കളുണ്ട്. അതിൽ ഈ ശങ്കർ വിനായകാണ് ഇതിൽ ഹാർമോണിയം വായിച്ച് പാടുന്നത്. ഇവർക്ക് സ്വന്തമായ ജോലിയുണ്ടെങ്കിലും രണ്ടുപേരും സംഗീത ലോകത്തും ശ്രദ്ധിക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആ ഭാഗ്യമേ. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പാട്ട് ഞാൻ തുടങ്ങുന്നത് തലമുറ താണ്ടി വന്ന സംഗീതം എന്നാണ്. എന്തൊരു പവിത്രമായ ഒരു സംഗീത ആരാധന ഈ കുടുംബത്തിൻ്റെത്. സത്യസായിബാബയുടെ അടിയുറച്ച ഭക്തനായ രാധാകൃഷ്ണജി പണ്ടു മുതലേ പുട്ടപർത്തിയിൽ ദർശനത്തിന് പോവാറുണ്ട്. ഈ ദീപാരാധനയ്ക്ക് ശേഷം ആരംഭിച്ച ഈ സംഗീതാർച്ചനയ്ക്ക് മുഴുവൻ നേരവും അത് ശ്രവിക്കാനായിട്ടുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അതിന് ഈശ്വരനോട് നന്ദി പറയുന്നു. എന്തൊരു ലാളിത്യവും നൈർമല്യമുള്ള സ്വഭാവമാണെന്നറിയാമോ ഈ രാധാകൃഷ്ണജിയുടെ. ഞാൻ അദ്ദേഹത്തോട് ഹരിചേട്ടൻ ചോദിച്ചു, ഈ ചിത്രദർശനത്തിന് ഒരു ആശംസ തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം വൈകാതെ നിറഞ്ഞ മനസ്സോടെ മുഖം നിറഞ്ഞ ചിരിയുമായി അദ്ദേഹം ആശംസ പറഞ്ഞു തന്നു. ഈ വലിയ മനുഷ്യനോട്, വലിയ സംഗീതജ്ഞനോട് ചിത്രദർശനത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബഹുമാനത്തോടെ, ഒത്തിരി ഇഷ്ടത്തോടെ ഞാൻ ഗോപനമ്പാട്ട്